എന്നാലും ഞാൻ പറയും മേക്കപ്പ് ഇച്ചിരി ഓവറാണ്. അത് ഓവറാണ്. അതില് വലിയൊരു സയന്റിഫിക് ആയുള്ളൊരു വശമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ അവർ എന്തൊക്കെ സാധാരണ മേക്കപ്പ് ഇടുക, ഒന്നാണ് ബ്ലഷ് ഇതാകണം, ആർട്ടിഫിഷ്യൽ ബ്ലഷ് പോലെ അവർ ഇവിടെ ഒരു ചോക്കുന്ന സംഭവം, അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ചുണ്ട് ചോക്കുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് എവല്യൂഷണറി സയന്റിസ്റ്റുകൾ പറയുന്ന വിശദീകരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ശരിക്കും എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയും ബ്ലഷും കാര്യങ്ങളൊക്കെ. അതായത് നമ്മളൊരു പെൺകുട്ടിയോട് സംസാരിച്ച്, അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഫ്ലേർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ റോസ്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒന്നും കൂടി ഒന്ന് ബ്ലഷ് ആവുമെന്ന് പറയില്ല നമ്മൾ, അവരുടെ ഇമോഷൻസ് അപ്പോൾ ജസ്റ്റ് ഉണരും. പുറത്ത് വരുമ്പോഴാണ് ആ സംഭവം ബ്ലഷ് സംഭവങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ആ ടൈമിലാണ് അവരെ ഈ ചുണ്ടും കാലൊക്കെ ചോക്കുക. അതൊക്കെ അവർ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന സംഭവമാണ്. നീ ചോക്കുന്ന അത്രയ്ക്ക് റെഡിഷായി ചോക്കുന്നല്ല ചുണ്ട്, ജസ്റ്റ് ആ ഒരു ഇത് വരും. അതൊക്കെ നമുക്ക് തരുന്ന ബ്രെയിനിലുള്ള ക്യൂസ് ആണ്. നമുക്ക് ബ്രെയിനിൽ ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ എവല്യൂഷണറിൽ നമുക്ക് കിട്ടിയ സംഭവമാണ്. ഇങ്ങനെ സംഭവം സയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും അത് ബ്ലഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സൈൻ എന്താണ്, അവർ നമ്മൾ പറഞ്ഞതായിട്ട് ആ റോസ്റ്റാണ്, ഒരു നല്ലൊരു ഫീഡ്ബാക്ക് എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിൽ സംഭവങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ തോന്നും നമ്മൾ അങ്ങനെ അട്രാക്റ്റീവാണ്, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇത് തരും, ഫേക്ക് ആയിട്ടുള്ള ഒരു നോഷൻ തരും, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള എന്തായാലും പറയാ, ഒരു ഫേക്ക് ആയിട്ടുള്ള മുഖമാണത്, ഫേക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇപ്പം ഞാനോട് പറയാം, ഇത് ജസ്റ്റ് എക്സാമ്പിൾ, ഇപ്പം ഞാനോട് ഒരു സംഭവം പറയാം, അവിടെ എൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചു എന്ന് പറയാണ്. അപ്പം ഈ ഇങ്ങനെ ചിരിക്കണ സംഭവം, ഈ ചിരിക്കുക ബ്ലഷ് അടിക്കല്ല, ഈ ചിരിക്കുക, ബ്ലഷിൻ്റെ സംഭവം ഈ ചിരിക്കുകയാണ്. ഈ ചിരിക്കണ ഇതിൽ ഒരു എന്താണ് ഒരു മേക്കപ്പ് ചെയ്തിട്ട് ചിരിക്കണ പോലെ ചിരിക്കുക. അപ്പം ഇപ്പം ചിരിക്കണത് ഇവെന്താ ഈ പറയണേ, എൻ്റെ കോൺഫിഡൻസിന് ചിരിയാണ് ബെസ്റ്റ്. അത് ഈ പറയാം അപ്പം മേക്കപ്പ് ഇടുന്ന ആൾക്കാർ പറയാം എൻ്റെ കോൺഫിഡൻസ് ഞാൻ ചിരിച്ചിരിക്കണം നല്ലത്, അതിലെല്ലാ അവസരത്തിനും ചിരിച്ചാൽ റെഡിയാവും. അതേപോലെ തന്നെ ഇവരെയും, അതായത് ഇവരെ ഞാൻ അതായത് ഇതിൽ കണക്ട് ചെയ്ത് പറയില്ല, പക്ഷെ ഇതിൻ്റെ ഒരു പ്രിമൈസ് വെച്ച് കണക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയാം, ഒരു മേക്കപ്പ് ഇട്ടൊരു പെൺകുട്ടി, അതിന് മുന്നിൽ നമ്മളൊന്ന് ഇരിക്കുക, നമ്മളൊരു തമാശ പറയാം പെൺകുട്ടിനോട്, അതായത് ഫ്ലേർട്ട് ചെയ്യാനുള്ള തമാശ, ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന്, പക്ഷെ ആ പെൺകുട്ടിയുടെ ബ്ലഷ് ഉണ്ടാവും, അതായത് ഫേക്ക് ആയിട്ടുള്ള ബ്ലഷ്. അപ്പം നമ്മളെന്താ വിചാരിക്കുക, ഇത് പോസിറ്റീവ് നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെ മനസ്സിൽ, നമ്മളത് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് മനസ്സിൽ ഏതെങ്കിലും വിചാരിച്ചിട്ടില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു സിഗ്നൽ വരും. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായി പെർസീവ് ചെയ്യും, അതിങ്ങനെയാണ്, അത് അതിൻ്റെ ഒരു സിഗ്നലാണെന്നുള്ള നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി എന്ത് രജിസ്റ്റേർഡ് ആവും. നമ്മളെന്ന് വിചാരിക്കും ഇതൊരു പോസിറ്റീവ് സൈനാണ്, നമ്മൾ കയറി എന്തെങ്കിലും അടുത്തൊരു മൂവിലേക്ക് പോകും. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് സയന്റിഫിക്കായി നോക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് കണ്ടെന്ന് വെച്ചാൽ ഈ ബ്ലഷിന് ഇവിടെയൊക്കെ ഇങ്ങനെ ചോപ്പിച്ച് ചുണ്ടൊക്കെ മോനെ ഒരു മാതിരി ശരിക്കുള്ള നമ്മുടെ എവല്യൂഷണറി മൈൻഡ് സെറ്റിനെ തിരിച്ച് ഉൾട്ടയാക്കുക. അതായത് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഓവറാണോ എന്നാ വേണ്ട. ഞാൻ ഇപ്പം എത്ര നേരം വിശദീകരിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലഷ്, ഏകദേശം ഒരു ബ്ലഷ് പോലെ തോന്നിക്കുക, കുറച്ചൊരു ലിപ് ബാം പോലത്തെ ആ രീതിയിൽ ഉള്ള സംഭവം ഞാൻ പറഞ്ഞത്. അതായത് കുറച്ചൊക്കെ ഒന്ന് എവല്യൂഷണറി അല്ലെങ്കിൽ കുറച്ചൊക്കെ അട്രാക്റ്റീവ് ആയി തോന്നിക്കുന്ന സംഭവം. പക്ഷെ ഇതല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന പെൺകുട്ടികളെ അതല്ല. വേറെ ആളാവെന്ന് പറയാ, നീ ഏതാടാന്ന് ആടാ, മുഖം കഴുകിയ വേറെ ആളായി, വേറൊരു ജെൻഡർ മാറും. ഞാൻ ഇപ്പോഴത്തെ ഒരാൾ പറഞ്ഞായിട്ട്, അതായത് ബാത്റൂമിൽ കയറുമ്പോ പെണ്ണായിട്ട് തിരിച്ചു വരുമ്പോ ആണായിട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ്. അത്രയും വലിയ ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളൊക്കെ കാലഘട്ടമാണല്ലോ. പക്ഷെ ഒരു നോർമൽ മേക്കപ്പ് പണ്ടത്തെ കണ്ണെഴുതുക, ജസ്റ്റ് ഒന്ന് പൊട്ട് പിരിക, അതൊക്കെ ഒരു നോർമൽ ഇതെന്ന് പറയാം. പക്ഷെ ഇപ്പൊ അതല്ല, പിരികത് കണ്ണെഴുത് ഇവിടെ ചോപ്പി ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മാതിരി. പക്ഷെ അതിപ്പോ ഒരു ട്രെൻഡ്, പിള്ളേര് വരെ അത് ചെയ്യാൻ തുടങ്ങി. നീ മറ്റേ ഇത് കണ്ടിട്ടുണ്ടോ, ഈ കണ്ണൊക്കെ ഇങ്ങനെ പച്ചയാക്കിട്ട്, എന്താ സംഭവം അത്? എല്ലായിടത്തും കളർ ഉണ്ടല്ലോ. അതൊക്കെ പറഞ്ഞാൽ ഈ പോപ്പ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സംഭവം. പോപ്പ് കൾച്ചറിലുള്ള ഇപ്പൊ ഹോളിവുഡിൽ ഇത് പോപ്പ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. ഈ ഇപ്പൊ അടുത്ത് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഓർക്കണം. അതായത് എമി ജാക്സൺ മറ്റേ സിനിമ തരുന്ന എന്തിരൻ അയ്യിലോ, ഒരു നാച്ചുറൽ ബ്യൂട്ടി എമി ജാക്സൺ ഉണ്ട്. കാരണം ഈ എമി ജാക്സൺ ഏത് സിനിമയിലുള്ള എമി ജാക്സൺ നിനക്ക് അറിയില്ല, നീ എന്തിനുള്ളതല്ലേ? അയ്യ സിനിമ കണ്ടിട്ടുണ്ട് നീ? അതിലത്തെ നടി, അതിലെ നടീനെ ഇപ്പൊ കാണാൻ ആണിനെ പോലെ. ഞാൻ നോക്കുമ്പോ ഇവ ഇങ്ങനെ കാണിച്ചു കറക്റ്റ് പല്ലി, സത്യം ഒരു പല്ലിയുടെ മുഖം. ഏതോ ഒരു ആർട്ട് ഷൂട്ടിനെ ഞാൻ കാണണേ, അത് എമി ജാക്സൺ പുള്ളിക്കാരി എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പുള്ളിക്കാരിയാണോ ഞാൻ. കാരണം ഈ പലരും ഒരു
കോട്ട് അതിനെ പറ്റി ഏതൊരാളാർക്കുന്നത്, അതായത് ദൈവം കൊടുത്തൊരു ഭംഗി, അത് പോരാത്തന്നെ അത് മിസ്യൂസ്, അവരുടെ ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മൾ അതിനെ പറ്റി നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. അന്നേരം നീ വേണേ കണ്ടാ മാത്രം ആര്യമല്ല, പെണ്ണിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്നുള്ളത്. നമ്മളെ അത്രയും ആരാധിച്ചൊരു ആക്ട്രസ് ആ ഒരു രീതിയാണല്ലോ. നമ്മൾ ഇത്ര കണ്ടിട്ട് പെട്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതിപ്പോ എമി ജാക്സൺ കണ്ടിട്ടോ, ഇല്ലടാ പണ്ടത്തെ തന്നെയല്ലേ. നോക്കുമ്പോ ഇവൻ പറഞ്ഞല്ലോ പല്ലിയുടെ മോന്തെങ്ങനെ ഒട്ടിപ്പിടിച്ച് ആ മുടി കറക്റ്റ് പല്ലി. ജെൻസി കിഡ്സ് പറയണ പോലെ ജോലൈൻ വരത്തി, അതല്ലേ ആ സീ